ശരിക്കും നമ്മൾ കണ്ടത് ജിം കാരിയുടെ ക്ലോണിനെയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞത്, ഒരുപാട് നാൾ മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2017 ഇന്ത്യയിലെ ഒരു പ്രമുഖ നടൻ ഒരു ഫിലിമിന്റെ പ്രിപ്പറേഷന് വേണ്ടി വിദേശത്തേക്ക് പോയിരുന്നു. എന്നാൽ ഇതിനുശേഷം ഏകദേശം ഒരു 2 മാസത്തേക്ക് ഈ നടൻ ഇപ്പോൾ എവിടെയാണ്, അയാൾ എന്ത് ചെയ്യുകയാണ്, അയാളുടെ ഫോട്ടോസോ മറ്റു അപ്ഡേറ്റുകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. അയാളുടെ ഒരു വലിയ സിനിമ പ്രൊഡക്ഷനിൽ ഒരുങ്ങുമ്പോഴും എന്തുകൊണ്ട് അയാളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റു അപ്ഡേറ്റുകളോ ഒന്നും തന്നെ ഇത്ര നാൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ അന്ന് ചർച്ച ചെയ്യും. എന്നാൽ 2 മാസത്തിന് ശേഷം ഈ നടൻ എയർപോർട്ടിൽ വെച്ച് സ്പോട്ട് ചെയ്യപ്പെടുകയും ഇയാളുടെ 1-2 ഫോട്ടോസ് ലീക്ക് ആവുകയും ചെയ്തു. ഇത്രയും നാളും ഒളിവിലായിരുന്ന ഈ നടൻ ആദ്യമായി പബ്ലിക്കിന്റെ ഇടയിലേക്ക് വരുന്നു എന്ന ഹൈപ്പിൽ ഒരു പ്രമുഖ കടയുടെ ഇനാഗുറേഷൻ നടക്കുകയാണ്. ഈ നടന്റെ ഡൈഹാർഡ് ഫാനായ എന്റെ ഒരു ഫ്രണ്ട് എന്നെയും വിളിച്ച് ആ ഇനാഗുറേഷൻ കാണാൻ പോയിരുന്നു. എന്നാൽ അന്ന് കാറിൽ നിന്നും ഇറങ്ങി വന്ന ആ നടനെ കണ്ട് എല്ലാവരും ഞെട്ടി. എന്റെ ഫ്രണ്ട് അടക്കം അവിടെ കൂടി നിന്ന എല്ലാവരും പറഞ്ഞു, അത് ആ നടനല്ല, ഇതൊരു ഡ്യൂപ്പാണ്, ഇത് ഒരു റോബോട്ടാണ് എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞ നടനാരാണ്. ഇന്നത്തെ പോലെ അന്നും ഇൻസ്റ്റഗ്രാം ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു കാര്യമെടുത്ത് നോർത്ത് ഇന്ത്യയിൽ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. കൂടെ മോഹൻലാലിന്റെ മുമ്പ് സംഭവിച്ച വിവാദകരമായ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അതിന്റെ ഒപ്പം മിക്സ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജിം കാരിയെ പറ്റി ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ നോർത്ത് ഇന്ത്യയിലും അന്ന് അവർ ചർച്ച ചെയ്യപ്പെടും. അതുവരെ മോഹൻലാലിന്റെ ഒരു ഫിലിം പോലും കാണാത്തവർ വരെ ഗീവ് മി ബാക്ക് അവർ മോഹൻലാൽ എന്ന് പറഞ്ഞ സ്റ്റോറി ഇടും. ജിം കാരിയുടെ ഈ കോൺസ്പിറസി തെറ്റാണെന്ന് തെളിയിക്കാൻ നോക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, പകരം അത് വെച്ച് ഒരു റിയാലിറ്റി ചെക്ക് നടത്തുക മാത്രമാണ്.